ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളുടെ മൈൽ സ്റ്റോൺ ഇതുവരെ എത്തി 6 മന്തിൽ നിൽക്കുവാണ്. ഇനി അടുത്തത് 7th മന്തിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ 7th മന്തില് മൈൽ സ്റ്റോൺസ് കുഞ്ഞുങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 6 മന്തിൽ പറഞ്ഞു സിറ്റിങ്ങിന്റെ കാര്യമാണ് പ്രധാനപ്പെട്ട് നമ്മൾ പറഞ്ഞത്. സിറ്റിംഗ് എങ്ങനെയാണ്? കുഞ്ഞുങ്ങൾ 2 കൈയും ഫ്രണ്ടിലോട്ട് കുത്തി അവരുടെ സപ്പോർട്ടിൽ ഇരിക്കും, നമ്മുടെ സപ്പോർട്ട് ഇല്ലാണ്ട്. പക്ഷെ നമ്മൾ 7th മന്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങള് ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. അതായത് നമ്മൾ 2 കൈയും കുത്തി ഫ്രണ്ടിലോട്ട് ഇരിക്കുമ്പോൾ അവരുടെ ബാക്ക് പൊസിഷൻ പോകുന്നത് വളഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്, കുറച്ചൊന്ന് കുനിഞ്ഞായിരിക്കും അവരിയ്ക്കുന്നത്. പക്ഷെ 7th മന്തിൽ കുഞ്ഞുങ്ങള് ബാക്ക് സ്ട്രെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല സൈഡിൽ നമ്മൾ ടോയ്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ അത് ടേൺ ചെയ്ത് ആ ടോയ്സ് എടുക്കാനും അവര് ട്രൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഫുൾ കൺട്രോൾ ആയിട്ട് അവർക്ക് ബാക്ക് കൺട്രോൾ ചെയ്ത് ചെരിഞ്ഞ് സാധനങ്ങൾ എടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നതായിരിക്കും. മാത്രമല്ല 7th മന്തിൽ എന്താണ്, നമ്മള് വീനിങ് ഫുഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ പതുക്കെ പതുക്കെ വീട്ടിലുണ്ടാക്കുന്ന ഫാമിലി പോട്ട് ഫുഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 7th മന്തിലൊക്കെ കൊടുക്കാവുന്നതാണ്. മുട്ട കൊടുക്കാവുന്നതാണ്. മുട്ടയുടെ മഞ്ഞ ആയിരിക്കണം ആദ്യം കൊടുക്കേണ്ടത്. റാഗി, ഏത്തയ്ക്കപ്പൊടി, ചോറ്, ദാല്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓരോന്നും സ്ലോലി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഫുഡ് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും ഫോഴ്സ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. മാത്രമല്ല ഈ 7th മന്തിലൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങള് ക്രോളിങ് അല്ലെ, ഒന്ന് മുട്ടിൽ എഴയാനായിട്ട് ചില കുഞ്ഞുങ്ങൾ ട്രൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല ഒരു കയ്യിൽ നിന്നും ഒരു കയ്യിലോട്ടുള്ള ടോയ്സുകൾ എടുക്കും. 2 കൈയിലും 2 ടോയ്സ് എടുക്കാനായിട്ട് ചില കുട്ടികൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എന്ത് കയ്യിൽ കൊടുത്തിരുന്നാലും കുഞ്ഞുങ്ങൾ അത് വായിൽ കൊണ്ടുപോകും. ഫീഡ് സെൽഫ് അല്ലെ, ഇപ്പൊ നമ്മൾ ഫുഡ് ഐറ്റം ആയിക്കോട്ടെ, നമ്മൾ ടോയ് ആയിക്കോട്ടെ, എന്തായിരുന്നാലും കുഞ്ഞത് കടിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് നമുക്ക് ഈ 7th മന്തിൽ കാണുന്നതായിട്ട് നമുക്ക് കണ്ടുവരാം. പല്ലുകൾ വരാനുള്ള ആ ഒരു ടെൻഡൻസിയും, കാരണം ആ കടിക്കുക എന്ന് പറയുന്നത് ആ മോണയ്ക്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങൾ എല്ലാ സാധനങ്ങളും ഈ കടിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ അത് കുഞ്ഞുങ്ങളെ 2 കൈ കൊണ്ട് പിടിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഈ കടിക്കുന്നത് വഴി കുഞ്ഞുങ്ങളുടെ മോണ ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ആയിട്ട് വരികയും ചെയ്യുന്നതായിരിക്കും. അപ്പൊ 7th മന്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് 8th മന്തിലാണ്. ആ 8th മന്തിൽ നമുക്കൊരു മേജർ ആയിട്ടുള്ള മൈൽസ്റ്റോൺ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിലോട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ